ഇത് പ്രത്യാശയുടെ സുദിനമാണ്. മാനവരാശിയുടെ രക്ഷയ്ക്ക് ദൈവപുത്രൻ മണ്ണിൽ പിറവി കൊണ്ടതിന്റെ ഓർമ്മ ദിനം. ഇതിൽ പരമൊരു സമ്മാനം ഈ ദിനം ചീക്കനാൽ ചേലനിൽക്കുന്നതിൽ മോഹനനും ഉഷയ്ക്കും കിട്ടാനുണ്ടോ? ചുമരായ മൺകട്ടകളിൽ നിന്നും ചെറുതരികൾ അടർന്നു വീടുകൊണ്ടിരുന്നപ്പോഴാണ് ജോൺസൺ ഇടക്കോണത്ത് വോട്ട് തേടിയെത്തിയത്. കുണ്ടും കുഴിയുമായ തറയും അടച്ചുറപ്പില്ലാത്ത വാതിലുകളും ജനാലകളും കണ്ട ഇടത് സ്ഥാനാർത്ഥി ഇവർക്കൊരു വാക്ക് നൽകുകയായിരുന്നു. വീടിന്റെ അവശേഷിക്കുന്ന പണികൾ ചെയ്തു തീർക്കും, താൻ ജയിച്ചാലും തോറ്റാലും. ജോൺസൺ ഇടക്കോണത്തിന്റെ വാക്ക് സത്യമാവുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. പരാജയം പക്ഷേ ആ വാക്കുകളെ മാറ്റിമറിച്ചില്ല. അവശേഷിക്കുന്ന ജോലികൾ തുടങ്ങിയിട്ട് ഇന്ന് 5 നാൾ പിന്നിടുകയാണ്. സാറ് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു, കയറി വന്നു പറഞ്ഞു ഞാൻ തോറ്റാലും ജയിച്ചാലും സാർ ചെയ്തു തരുമെന്നുള്ള ഒറ്റ ഒരു വാക്കിൽ നിന്നു. ആ സാറ് പിറ്റേ ദിവസം രാവിലെ വരിക, തോറ്റൻ്റെ അന്ന് രാവിലെ വരികയും ചെയ്തു. ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ചെയ്തു തരാമെന്ന് പറഞ്ഞു. എനിക്കതായിരുന്നു. അങ്ങനെ ആരും വന്ന് ഇവിടെ എന്നോട് പറഞ്ഞിട്ടുമില്ല, ചെയ്ത് തന്നിട്ടുമില്ല. 2 മുറികളും ഹാളും ചെറു അടുക്കളയും ഉള്ളതാണ് വീട്. അവശേഷിക്കുന്ന ജോലികൾ പുതുവർഷാരംഭത്തോടെ പൂർത്തിയാക്കാനാകും. ടൈൽ പതിക്കുകയും ചെയ്യും. അപ്പം ജയപരാജയങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉള്ളതാണ്. അത് നമ്മൾ കണക്കിടേണ്ട ആവശ്യമില്ല. ജയിക്കുകയും പരാജയപ്പെടുകയും ജീവിതത്തിൽ വന്ന് സംഭവിക്കാവുന്നതാണ്. അതിലൊന്നും നിരാശപ്പെടാതെ നമ്മുടെ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ ഒരു ആഗ്രഹം. ഇനിയും ഞങ്ങൾക്ക് ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യാൻ ഈ വാർഡിലുണ്ട്. ഒത്തിരിയും ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് ഇനിയും ഊന്നൽ നൽകുന്നത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ പ്രയാസങ്ങളെല്ലാം കാണാനും അതിനകത്ത് ജാതിയോ വർഗീയമോ ഞങ്ങളൊന്നും ഇടകലർത്തുന്നില്ല. കോമൺ ആയിട്ടുള്ള എല്ലാ നിസ്സംഗരായ ആളുകൾക്കും ഞങ്ങൾ വാക്ക് കൊടുക്കുന്നുണ്ട്. പുതുവർഷം ഇവർക്ക് നിറച്ചാർത്തുകളുടേതാകും. പ്രതീക്ഷകൾക്ക് കൂടുതൽ ഭംഗിയുണ്ടാകും. പൂർണ്ണ അർത്ഥത്തിൽ വീടെന്ന സ്വപ്നത്തിലേക്ക് അവരും നടന്നെടുക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. തത്സമയം CK അഭിലാൽ ചേരുന്നു. അഭിലാലെ, ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് ആശംസകൾ. തോറ്റാലും ജയിച്ചാലും എൻ്റെ വാക്ക് ഞാൻ പാലിക്കും എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തോറ്റ് ആ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം രാവിലെ, അടുത്ത ദിവസം രാവിലെ പോലും ആ വീട്ടിലേക്ക് ചെന്നെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട വിധത്തിലൊക്കെ ചെയ്യുകയും ചെയ്ത ആ മനുഷ്യൻ ഒരു വിജയം അർഹിക്കുന്നില്ലേ? തിരഞ്ഞെടുപ്പ് പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനുള്ളതല്ല എന്ന് പരസ്യമായി പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നൽകിയ ഒരു വാഗ്ദാനം ആ മത്സരത്തിൽ തോറ്റ ശേഷവും ഒരാൾ നടപ്പാക്കാൻ മുന്നോട്ട് വന്നാൽ ക്രിസ്തുമസിൻ്റെ നല്ല വിശേഷമായി, സുവിശേഷമായി തന്നെ അതിനെ കാണുകയും വേണം. ജോൺസൺ ഇടക്കോണത്ത് കേരള കോൺഗ്രസ് പ്രതിനിധിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ 242 വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടു. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഓരോ വീടുകളിലും എത്തി വോട്ട് ചോദിക്കുന്ന വേളയിലാണ് മോഹൻ്റെയും ഉഷയുടെയും വീട്ടിൽ അദ്ദേഹം എത്തിയത്. അങ്ങനെ ആ വീടിൻ്റെ ശോച്യാവസ്ഥ കാണുകയും തുടർ ജോലികൾ താൻ സ്വന്തം ചെലവിൽ പൂർത്തിയാക്കാമെന്ന് അന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തതാണ്. ഫലം വന്ന് തൊട്ടു പിറ്റേ ദിവസം ഇദ്ദേഹം ഈ വീട്ടിൽ എത്തുകയും ജോലികൾ ആരംഭിക്കാൻ ആവശ്യമായ ചെലവ് വഹിക്കാമെന്നുള്ള താല്പര്യം അറിയിച്ചു. അങ്ങനെ വീട്ടുകാർ തന്നെയാണ് തൊഴിലാളികളെ ഏർപ്പെടുത്തിയത്. ഇന്ന് 5 ദിവസം പൂർത്തിയാവുകയാണ് വീടിൻ്റെ ജോലികൾ ആരംഭിച്ചിട്ട്. ആദ്യഘട്ടത്തിൽ ചുമര് തേക്കുകയും തറയിടുകയും മാത്രമായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നതെങ്കിൽ ടൈൽ വിരിക്കുന്നതും ബലവത്തായ വാതിലുകളും ജനലുകളും ഘടിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ഈ പുതുവത്സര ആരംഭത്തിൽ മോഹനും ഉഷയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ തന്നെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കഴിയാൻ പറ്റുന്ന ഒരിടമായി അവരുടെ വീട്